സോ നമ്മൾ വീണ്ടും അങ്ങ് ഹോളിവുഡിൽ നിന്ന് ഒരു ബ്രഹ്മാണ്ഡ പടത്തിൻ്റെ ടീസർ പാട്ട് വന്നിരിക്കുകയാണ്. ഡ്യൂൺ 3. ഇതിൻ്റെ ആദ്യ 2 ഭാഗങ്ങളും തിയേറ്ററിൽ കണ്ടാണ്. ഈ പാട്ട് ഐമാക്സിൽ കാണണം, അതാണ് ആഗ്രഹം. സോ അപ്പോൾ ഡ്യൂൺ 3യുടെ ഒരു ടീസർ ട്രെയിലർ വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. എപ്പോഴും ഇതുള്ളതാണ് കേട്ടോ. ബാറ്ററി മാറ്റിടാൻ പറയും. അതെ. We have a girl. Oh, we name her. Jackson. Her name should be Ganima. Ganima. She needs to be strong, like her mother. What if it's a boy? I would name it Leto. So you would have the wisdom of his grandfather. Denis Villeneuve. War feeds on itself. അന്യറ്റല്ല ചെയ്യാം. അതെ. The more I fight, the more enemies fight back. പാകിസ്ഥാൻ The best I can to protect my പിരിയൊക്കെ അടിച്ച് How did father do it? Your father never started a war. I'm not afraid to die. But I must not die. Yet. ഡിസംബർ 18 പടം. പുള്ളിയുടെ പടങ്ങളിൽ നമ്പർ 1 കാണാനുള്ള കാരണം റീസൺ വിഷ്വൽസ് ആണ്. അതെ അതെ. ഇപ്പോൾ ഈ സിനിമ ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് ആൾ മാറിയിട്ടുണ്ട്. ആണല്ലേ? റെക് ഫേസോ മാറി. ഈ പടം ചെയ്തേക്കുന്നത് പുള്ളി മറ്റേ ഒരു ബീറ്റിൽസ് അതിൻ്റെ ആ പടം ചെയ്യാൻ പോയിരിക്കുക. അപ്പോൾ ഇത് ചെയ്തേക്കുന്നത് വേറെ ആളാണ്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളി മെയിനാണ് ചെയ്യുന്ന ആൾ. ഈ ഡ്യൂൺ പടത്തിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ തിയേറ്ററിൽ കാണുന്നത് ഇത് ഫിലിം മേക്കിങ്ങും ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും ആണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവം. ഇതിൻ്റെ സ്റ്റോറി ലൈനെ ഭയങ്കര ഡെൻസാണ്. ഇത് 3 പടത്തിൽ ഒതുക്കുമ്പോൾ നമ്മുടെ മറ്റേ PS1 PS2 പറ്റിയതുപോലെ കുറച്ചധികം വെട്ടിക്കളയേണ്ടി വരും. എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ കഥയുടെ ബേസ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ഒരുപാട് കഥകൾ കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒറിജിനൽ ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ബുക്കുകളും ഒരുപാട് സിനിമകളും വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പടം കാണുമ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലാ ബാഹുബലി ഉൾപ്പെടെ എല്ലാ പടത്തിലും കാണുന്ന എലമെൻറ്റുകളൊക്കെ തന്നെ എല്ലാം ചോദിക്കും. ഏറെക്കുറെ അതിന് എല്ലാത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ബട്ട് അതെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നിരിക്കുന്നത് ഈ ഡ്യൂണിൻ്റെ ഈ ബുക്കിൽ നിന്നാണ് എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ഡ്യൂണാണ്. ഇതേ കഥ അതെ ഉണ്ട്. മറ്റേ ഒരു മെയിൻ പടം ഉണ്ടല്ലോ, എന്നിട്ട് ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് സെയിം എല്ലാത്തിനും ഒരു സിമിലർ സ്റ്റോറിയിൽ കുറേ സിമിലാരിറ്റി ഒരുപാടുണ്ട്. പക്ഷെ ഡ്യൂൺ എൻഡ് ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ മറ്റേ അതിപ്പം ഇതിൽ അത് കുറച്ചുകൂടെ ഇപ്പോൾ ട്രെയിലറിലും കുറച്ചത് ഹിൻഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല ഒരു ടേൺ ഓഫ് ഇവൻസ് ആണ്. എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് മദേഴ്സ് ഉണ്ടല്ലോ, ഓർക്കുന്നില്ല ഇപ്പം അതിൻ്റെ പേര്. പക്ഷെ അവരുടെ എല്ലാം തീരുമാനിക്കുന്നവർ അവരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര രസമാണ്. ഇത് പിന്നെ കുറച്ച് ക്ഷമയോടെ കാണേണ്ട സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട സിനിമകൾ. ഞാൻ ഇപ്പം നീ എന്ന് പറഞ്ഞാൽ എനിമിയൊക്കെ എനിക്ക് ആക്ച്വലി ഡെനി വില്ലിയനോവിൻ്റെ സിനിമകളുടെ വലിയൊരു ആരാധകനല്ല ഞാൻ. അങ്ങനെയല്ല, പുള്ളിയുടെ ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. എനിക്ക് പ്രിസണേഴ്സ്, സിക്കാരിയോ, പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കര നോർമൽ പടമായിട്ട് തോന്നിയ പടം ഇപ്പോൾ ഈ ഡ്യൂണും സിക്കാരിയോ ഈ പ്രിസണേഴ്സും ഒക്കെ നോർമൽ പടം ഇൻ ദ സെൻസ്
എല്ലാവർക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, നിങ്ങൾ ഈ പടം കണ്ടു നോക്ക്, നോർമൽ ഇതാണെന്നാണ്. പക്ഷെ അതേ സമയത്ത് പുള്ളിയുടെ ഈ എനിമി, ഇത് ബ്ലൈഡ് റണ്ണർ, കുറെ കൂടെ ആശയത്തെ അതെ അതെ സിനിമാവൽക്കരിക്കുന്ന ലൈൻ ഓഫ് പരിപാടിയാണ്. ഇൻസെൻറ്റീവ്സ് ഒക്കെ അതിൻ്റെ ട്വിസ്റ്റാണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. പക്ഷെ ആ ട്വിസ്റ്റ് വരെ ഇരിക്കാനുള്ള ക്ഷമ കാണിക്കണം. നമ്മൾ വിജയിക്കുന്ന പോലെ അത്ര വേഗത്തിലൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഡയറക്ടർ അല്ല പുള്ളി. പുള്ളിക്കൊരു ഓഡിയൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ഫിലിം മേക്കറാണ്. പിന്നെ മറ്റേ അറൈവൽ എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് കൂടെ ഇന്ത്യ അറൈവലാന്ന് തോന്നുന്നു. അത് കുറെ 2 തവണ ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ടു. അറൈവലും ഒക്കെ അത്യാവശ്യം ഒരു ഡീസൻ്റ് പടമാണ്. എനിക്ക് ഇത് കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കുറച്ച് നോർമൽ സിനിമ എന്ന് പറയുന്ന സാധനമാണ് ഈ ഡ്യൂണൊക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അറൈവലും ഡ്യൂണും മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് ഡ്യൂണ് നോർമൽ പടം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. സിക്കാരി കുറെ കൂടെ നോർമൽ. സിക്കാരിയോ കുറച്ചുകൂടെ ഭയങ്കര ഇതുവരെ കണ്ടിട്ടില്ല, നോർമൽ ഇതാണ്. എനിമിയെ കണ്ടിട്ട് എനിക്ക് ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിത് എന്താ ഇത് ആ സെയിം സബ്ജക്ട് എടുത്ത് 2 പടം വന്നിട്ടുണ്ട്. ഒന്ന് എനിമി, ഒന്ന് നമ്മുടെ സോഷ്യൽ ഫേസ്ബുക്കിന്റെ ജെസ്സി ഹൈസൻബർഗിന്റെ പടം. 2 പടം 2 വ്യത്യസ്ത ലൈനിൽ രസമുള്ള പടമാണ്. മറ്റേ ഞാൻ മറന്നുപോയി. അത് സെയിം ഐഡന്റിറ്റി. പ്രിസണേഴ്സ് ഈ പറഞ്ഞ പോലെ ത്രില്ലർ ആരാധകർക്ക് കണ്ടു നോക്കാവുന്ന സിനിമയാണ് പ്രിസണേഴ്സ്. അത് ഗംഭീര പടമാണ്. അതിനകത്ത് ഭയങ്കര രസമാണ്. അതിൻ്റെ മൂഡും അതിൻ്റെ എലമെൻറ്റും ഈ ട്വിസ്റ്റും പരിപാടിയും എല്ലാം നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു പരിപാടിയാണ്. അതും ഈ പറഞ്ഞ ക്ഷമ വേണം. പക്ഷേ സ്റ്റിൽ നമ്മളിങ്ങനെ ഒരുപാട് ഇരുന്ന് വലിച്ച് മുഷിപ്പിക്കുന്നില്ല. ആ സിനിമയ്ക്ക് 2.25 മണിക്കൂറൊന്നും ഉണ്ടത്. പക്ഷേ അത് നല്ല ആ മൂഡ് നല്ല രസമാണ് അതിൻ്റെ. അങ്ങനത്തെ സിനിമ പ്രിസണേഴ്സ്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ പുള്ളിയുടെ ആരാധകർക്ക് എല്ലാം എനിക്ക് ബേസിക്കലി ഇതുവരെ കണ്ടു തീർക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ബ്ലേഡ് റണ്ണറിൻ്റെ 2049. അത് എനിക്ക് ഇതുവരെ കണ്ടു തീർക്കാൻ പറ്റില്ല. കാര്യം ഞാൻ എപ്പോൾ കണ്ടാലും ഉറങ്ങിപ്പോകുന്നൊരു സിനിമയാണത്. അത് ഇതുവരെ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു, പക്ഷേ പറ്റില്ല. എൻ്റെ കപ്പ് ഓഫ് ചായ അല്ല എന്നെനിക്ക് മനസ്സിലായി. എനിക്ക് അതിൻ്റെ വിഷ്വൽസ് ഭയങ്കര ഇഷ്ടമാണ്. റോജർ ഡിക്കിൻസ് ആണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. വിഷ്വലി ഭയങ്കര ഗംഭീര സംഭവമാണ്. പക്ഷേ അത് പടം ഇങ്ങനെ പടത്തിൻ്റെ പേസ് ഭയങ്കര സ്ലോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് മുഴുവിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം അത് ഇന്നാവാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കുറേ നേരം. കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും, ചിലപ്പോൾ ഉറങ്ങിപ്പോവും, പിന്നെ മാറ്റി നമ്മൾ അടുത്ത പടം കാണും. അങ്ങനെ അതുകൊണ്ട് ഇതുവരെ ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു ഫിലിമാണ് അത്. ഞാൻ ഉറ്റുനോക്കുന്ന ഡയറക്ടേഴ്സിൽ ഒന്നാണ്. ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ്. അപ്പോൾ അടുത്ത അതെ ഡ്യൂൺ ഏതായാലും നമ്മൾ തീരെ കാണും. ഇത് ഐമാക്സിൽ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഐമാക്സ് എക്സ്പീരിയൻസ്, അതായത് ബിഗ് സ്ക്രീനിൽ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയണം. നമ്മൾ നോർമൽ സ്ക്രീനിലാണല്ലോ കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഐമാക്സിൽ ഇതെങ്ങനെയാണ് എന്ന് അറിയണമെന്നുണ്ട്. ഇത് കാണണം ഐമാക്സിൽ എന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കി 2 പാട്ടും റിലീസിന് മുമ്പ് ഉറപ്പായിട്ട്. കാരണം കുറച്ച് സമയമായല്ലോ. അപ്പോൾ ആ പടത്തിന് ഒന്ന് റിവിസിറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. മറന്നുപോയി കുറേയൊക്കെ. സമയം ഇഷ്ടം പോണ്ടല്ലോ.